നിന്നിലലിയ രചന ആഷ്ലി. അവതരണം സാലിം കരുണ. ഇനി എന്തിനാമ്മ ഒരു മടി? വിളിക്കുന്നത് ഞാനാ. പിന്നെ വരില്ലെന്ന് പറഞ്ഞ് വാശി കാണിക്കാൻ നോക്കണ്ട. മുന്നിൽ നിൽക്കുന്നത് അമ്മയുടെ ആ പഴയ 2 വയസ്സുകാരനല്ലേ. പൊക്കിയെടുത്തോണ്ട് പോകും ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്തോട്ട്. എൻ്റെ വാശി അറിയാലോ. ഇല്ലേ, ഇതേ ഈ നിൽക്കുന്ന അമ്മയുടെ മോളോടൊന്ന് ചോദിച്ചാൽ മതി. ഇല്ലടി. അടുത്ത് നിൽക്കുന്നവൾ നോക്കി ഒരു കണ്ണിറക്കി കുറുമ്പോട് ആൽഫി പറഞ്ഞതും ഉവ്വ ഉവ്വ എന്നവൾ ചിരിച്ചുകൊണ്ട് ചുണ്ടുകൊട്ട് തലയാട്ടി. അത് കാണി സാറമ്മയും ശിവയൊക്കെ ചിരിച്ചു പോയി. പറ, വരില്ലമ്മേ? ഞാൻ വച്ചു. തീർക്കാൻ കുറച്ച് കട എനിക്കും അവിടെ ബാക്കിയുണ്ട്. എൻ്റെ മക്കൾ അമ്മയുടെ കൂടെ ഉണ്ടെങ്കിൽ അമ്മയുണ്ടാവും ഇനി നിങ്ങൾക്കൊപ്പം. ആൽഫിയെ നീയെ നോക്കി ഉറപ്പോടെ സാറമ്മ പറഞ്ഞു. ആൽഫി അവരെ ചേർത്ത് പിടിച്ച് ഒപ്പം മറുകയിൽ നീയേയും. അപ്പേ! പെട്ടെന്ന് കുഞ്ഞിപ്പണിനെ വിളി കേട്ടതും അവിടെയുള്ള നോട്ടം അങ്ങോട്ടേക്ക് പോയി. വിനുവിന്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് വരുവാണ് കുറുമ്പി. ഉറക്കമെണീച്ച് വരുന്നതിന്റെ ആവും. മുടിയൊക്കെ അലങ്കോലമായി മുകളിലേക്ക് നിൽപ്പുണ്ട്. പിന്നെ പെണ്ണിന്റെ മുഖം ഒരു കൊട്ടക്കണക്ക് വീർപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ചാരമേനിനെ കയറ്റിപ്പൂച്ചേ, അപ്പൊ മോളുടെ അപ്പിയല്ലേ? സാറേ നീയേയും ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ആൽഫിയെ കണ്ട് കുഞ്ഞിപ്പെണ്ണ് കുശുമ്പ് കയറി. അയ്യേ കുഞ്ഞൂസേ, സാറമ്മയോട് അങ്ങനെ പറഞ്ഞൂടാ. നമ്മുടെ സാറമ്മയല്ലേ അത്. നീ വേഗം കുഞ്ഞിപ്പെണ്ണിനെ എടുത്ത് അവളോട് പറഞ്ഞു കൊടുത്തു. ആ നമ്മുടെ ചാരമ്മക്കെറ്റിന്. പക്ഷെ എന്റെ പപ്പ മോളുടെ മാത്തര. മുഖം കോട്ടി പറഞ്ഞുകൊണ്ട് കുഞ്ഞ് ആൽഫിക്ക് നേരെ കൈ നീട്ടിയും ആൽഫി ചിരിയോടെ കുഞ്ഞിപ്പെണ്ണിനെ വാരിയെടുത്തു. അവളുടെ അപ്പന്റെ കാര്യത്തിൽ എനിക്ക് പോലും കോംപ്രമൈസ് ഇല്ല. പിന്നെ സാറമ്മ. നീയെ ചിരിയോട് ഓർത്തു. ആൽഫിയുടെ കാര്യത്തിൽ കുഞ്ഞിപ്പെണ്ണ് നീയേക്കാൾ പോസിറ്റീവാണ്. പൊന്നാ, ഇനി സാറമ്മയല്ല ഈ നിൽക്കുന്നത് എൻ്റെ പൊന്നിനെ വല്യമ്മച്ചിയാ. പപ്പയുടെ അമ്മയാ ഇത്. സാറമ്മ ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് ആൽഫി കുഞ്ഞിപ്പെണ്ണോട് പറഞ്ഞു കൊടുത്തു. ആന്നോ എന്ന് കുഞ്ഞ് കണ്ണു പിടിച്ച് ചോദിച്ചു. അവനാണെന്ന് തലയാട്ടി. എൻ്റെ പൊന്നൊന്ന് വിളിച്ചേ വല്യമ്മച്ചീന്ന് ആൽഫി ചിരിയോടെ പറഞ്ഞതും കുഞ്ഞൂസിന് നാണം വന്നു. അവൾ ആൽഫിയുടെ തോളിലേക്ക് ചാഞ്ഞു. ഹ വിളിക്കടാ. ആൽഫി വീണ്ടും പറഞ്ഞു. വല്യമ്മത്തി. ആൽഫിയുടെ തോളിൽ കിടന്ന് കൊഞ്ചലോടെ സാറയെ നോക്കി കുഞ്ഞിപ്പെണ്ണ് വിളിച്ചു. വല്യമ്മച്ചിയുടെ മുത്തേ. സാറ കുഞ്ഞിപ്പെണ്ണ് ആൽഫിയുടെ കയ്യിൽ നിന്നും വാരിയെടുത്ത് പിടിച്ച് അവളുടെ മുഖം മുഴുവൻ തുടരെ ഉമ്മ വെച്ചു. കുഞ്ഞിപ്പെണ്ണൊന്ന് കുടുകൂടെ ചിരിച്ചു. നീയേയും ആൽഫിയും ഒക്കെ കണ്ണു നിറച്ച് സന്തോഷത്തോടെ ആ കാഴ്ച നോക്കി നിന്നു. രാത്രിയിൽ വീടിന്റെ ടെറസിൽ നിൽക്കുകയായിരുന്നു അനു. പാതിയായ ചന്ദ്രനെയും അതിനു ചുറ്റും നിൽക്കുന്ന നക്ഷത്രങ്ങളെയും ഒക്കെ നോക്കി നിൽക്കുമ്പോൾ അവളുടെ മനസ്സ് നിറയെ ഇന്ന് പകൽ നടന്ന സംഭവങ്ങളായിരുന്നു. അനു. പെട്ടെന്ന് പപ്പയുടെ വിളി കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. പപ്പ ഉറങ്ങിയില്ലേ? അവൾ അബ്രഹാമിന്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു. നിന്നോട് സംസാരിക്കണം തോന്നി. ക്രിസ്റ്റീനയുടെയും ജെസിയുടെയും കാര്യത്തിൽ പപ്പ രാവിലെ എടുത്ത തീരുമാനം തെറ്റായി എന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? എബ്രഹാം ചോദിച്ചതും മനുവിന്റെ മുഖം ചുളിഞ്ഞു. രാവിലെ ക്രിസ്റ്റീനക്കിട്ട് അടി കൊടുത്ത് അവളെ ഈ വീട്ടിൽ നിന്നും പപ്പ ഇറക്കി വിടുമെന്ന് കൊതിച്ചതാ. പക്ഷേ ജെസ്സി ആന്റി പെട്ടെന്ന് ഇടക്ക് കയറി അവളെ തല്ലാൻ തുടങ്ങി. കുടുംബം നശിപ്പിക്കാൻ പിറന്നവളെ, നീ എന്നോട് ചതി ചെയ്തല്ലോടി ദ്രോഹി. നിന്റെ അപ്പൻ കടം തീർക്കാൻ വേണ്ടി വല്ല നാട്ടിലേക്ക് എടുത്ത് കഷ്ടപ്പെടുക. എന്നിട്ട് കയറിക്കിടക്കാൻ ഒരിടം പോലും ഇല്ലാതിരുന്നപ്പോ സഹായിക്കാൻ ആകെ ഉണ്ടായിരുന്നത് എന്റെ എബിച്ചായനടി. ആ മനുഷ്യനോട് കുടുംബത്തിനോട് നീ ഈ ചതി ചെയ്തല്ലോടി മഹാഭാവി എന്ന് പറഞ്ഞ് പൊതിരെ തല്ലി ക്രിസ്റ്റീനയെ. അടിയെല്ലാം കൊണ്ടവൾ നിലത്തേക്ക് കിടന്ന് പുളഞ്ഞു. പൊടി പോയി ചാവടി, നീ കൊല്ലൂടി നിന്നെ ഞാൻ, എന്നിട്ട് ഞാനും ചാവും, നോക്കിക്കോ എന്നും പറഞ്ഞ് അവളെയും തല്ലി സ്വയം തലക്കടിച്ചോ. ഒടുവിൽ പപ്പയുടെ കാലിൽ വീണ് മാപ്പിന് വേണ്ടി കെഞ്ചിയാൻറ്റി. ഇപ്പം ഇറക്കി വിട്ടാൽ പോകാനൊരിടമില്ലെന്ന് പറഞ്ഞ് പപ്പയുടെ കാൽ കീഴിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു. ഒടുവിൽ പപ്പ പറഞ്ഞു പോളെങ്കിൽ തിരികെ വരുന്നത് വരെ ഇവിടെ നിന്നോളാൻ. പക്ഷേ ഇനി ഒരിക്കലും കമ്പനിയിൽ ക്രിസ്റ്റീനെ കാലുകുത്താൻ പാടില്ലെന്നും പറഞ്ഞ് വിലക്കി. പറ മോളെ, രാവിലെ ജെസ്സിയോട് പറഞ്ഞത് ശരിയായില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒന്നും മിണ്ടാതെ നിൽക്കുന്നവളെ നോക്കി എബ്രഹാം ചോദിച്ചതും ആനോ അയാളെ നോക്കി. പാപ്പയുടെ തീരുമാനത്തിൽ ശരിയോ തെറ്റോ പറയാൻ ഞാൻ ആളല്ല പാപ്പ. കാരണം ഒരിക്കൽ ക്രിസ്റ്റീനെ മനസ്സിൽ കുത്തിവെച്ച വിഷത്തിന്റെ കൂട്ടുപിടിച്ച് എൻ്റെ ശിവേട്ടനെയും എൻ്റെ നീയെയും തെറ്റിദ്ധരിച്ചവളാ ഞാൻ. എൻ്റെ ചേട്ടായുടെ ജീവിതം തുലക്കാൻ അറിയാതെയാണെങ്കിൽ കൂട്ടുനിന്നവളാ ഞാൻ. അപ്പോൾ അവളെ പോലെ തെറ്റ് ഞാനും ചെയ്തിട്ടുണ്ട്. ഇന്നതിൻ്റെ കുറ്റബോധം വേട്ടയാടുന്നുണ്ട് എന്നെ. പപ്പക്കറിയോ, ഇപ്പം ഞാൻ ജീവനോട് ഇരിക്കുന്നത് തന്നെ എൻ്റെ നീയെയും ചേട്ടായും ഒന്നിച്ച് കാണാൻ വേണ്ടിയാ. അവർ സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്ക് കാണണം.
പിന്നെ ജെസിയാൻ്റെയും മോളെയും വീണ്ടും ഇവിടെ നിർത്തിയത് പപ്പയുടെ നല്ല മനസ്സ്. അത്രയും ഞാൻ കാണുന്നുള്ളൂ പപ്പേ. വിഷമത്തോട് അത് പറഞ്ഞു കഴിഞ്ഞതും മനു തൻ്റെ കണ്ണുകൾ തുടച്ചു. എബ്രഹാമിന് വല്ലാത്ത വേദന തോന്നിയ പൊളി കൊടുത്തു. ശരിയാണ്, നീയോടും ആൽഫിയോടും നീ തെറ്റ് ചെയ്തിട്ടുണ്ട്. ശിവയെ അവിശ്വസിച്ചിട്ടുമുണ്ട്. എന്നാ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായപ്പോൾ അത് തിരുത്താൻ ശ്രമിച്ചില്ലേ നീ? ഒരു പ്രായച്ചിത്തം കാണാൻ ശ്രമിച്ചില്ലേ നീ? തിരിച്ചറിവുകളാണ് മനുഷ്യനെ പൂർണ്ണമാക്കുന്നത് മോളെ. നിന്നെ വളർത്തിയപ്പോൾ അച്ഛനെന്ന നിലയിൽ എനിക്കും ആങ്ങള എന്ന നിലയ്ക്ക് ആൽഫിക്കും എവിടേക്കോ പാളിച്ച പറ്റിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ തെറ്റാ. അപ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്നതാണ് മോളെ. നടന്നത് നടന്നു കഴിഞ്ഞു. കാലചക്രം തിരിച്ചു കറക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. കൈവിട്ട് കളഞ്ഞതിനെ തിരികെ കൊണ്ടുവരാനേ പറ്റൂ. പാപ്പ പറയുന്നത് മനസ്സിലായോ എൻ്റെ മോൾക്ക്? വാത്സല്യത്തോടെ അയാൾ ചോദിച്ചതും മനു ഒന്ന് തലയാട്ടി. ക്രിസ്റ്റീനയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇനി ആൽഫി വന്നിട്ടെടുക്കാം. ഇപ്പം എൻ്റെ മോള് പോയി കിടന്നേ ചെല്ലി. വാ, ഞാൻ പാപ്പയെ മുറിയിലാക്കാം, ഇവിടെ നല്ല മഞ്ഞുണ്ട്. പറഞ്ഞുകൊണ്ട് അവൻ എബ്രഹാമിനെ വീൽ ചെയർ തള്ളിക്കൊണ്ട് അകത്തേക്ക് നടന്നു. കാലുകളുടെ പാദത്തിന്റെ ബ്ലഡ് സർക്കുലേഷനിൽ ഒരു വേരിയേഷൻ കാണുന്നുണ്ട്. സാധാരണ പാരാലിയസായ രോഗികൾ കുറേ നാളുകൾ ചലനശേഷിയില്ലാതെ ഒരേ കിടപ്പ് തന്നെ കിടക്കുമ്പോൾ ഞരമ്പുകളുടെ രക്തയോട്ടത്തിന് വ്യതിയാനം സംഭവിക്കും. ചില കേസുകളിൽ ബ്ലഡ് സർക്കുലേഷൻ നിന്നുപോയവരെ അവസ്ഥയുണ്ട്. കാർത്തികയ്ക്ക് ഞാൻ പറയുന്നത് മനസ്സിലായല്ലോ അല്ലേ? ഓവ്, മനസ്സിലായി ഡോക്ടർ. ഡോക്ടർ ചോദിച്ചതിന് തലയാട്ടിക്കൊണ്ട് കാർത്തിക പറഞ്ഞു. ലിയോണിന്റെ ചെക്കപ്പിനായി ഹോസ്പിറ്റലിൽ വന്നതായിരുന്നു അവര്. യെസ്, DVT കേസുകളിൽ കാലിനിപ്പോൾ ഉണ്ടാകുന്ന ഈ വീക്കവും ചുവപ്പും ഒക്കെ ഇതിൽ സാധാരണ. പക്ഷേ ഇപ്പോഴും ഒരു പെയിൻ ഫീൽ ചെയ്യാത്തതാണ് അപകടം. ഡോക്ടർ, ഏട്ടനിനൊരിക്കലും പഴയ പോലെ നടക്കാൻ പറ്റില്ലേ? ഡോക്ടർ പറഞ്ഞത് കേട്ട് സങ്കടത്തോടെ കാർത്തിക തിരക്കി. ഏയ്, താനിങ്ങനെ വറീഡാവാതെ. ലിയോണിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാനൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. നമുക്ക് നോക്കാടോ. കാർത്തികയുടെ തോളിലൊന്ന് തട്ടി ആശ്വസിപ്പിച്ച് പറഞ്ഞിട്ട് ഡോക്ടർ നടന്നു മാറി. അവൾ നേരെ ലിയോണിനെ കിടത്തിയിരിക്കുന്ന റൂമിലേക്ക് കയറി ചെന്നു. എന്താ പെണ്ണെ, മുഖം വല്ലാതെ കോട്ടക്കണക്കിന് വീർത്തിരിപ്പുണ്ടല്ലോടി. എന്നതാ ഡോക്ടർ പറഞ്ഞേ? ഞാനുണ്ടെങ്ങനെ തട്ടി പോകുമെന്നാണോ? വാടിയ മുഖവുമായി അകത്തേക്ക് വന്നവളെ നോക്കി കളിയോടെ ലിയോൺ ചോദിച്ചതും കാർത്തികന്റെ മുഖം ഒന്ന് കൂർത്തു. അവൾ ദേഷ്യത്തോടെ അവൾക്ക് അരികിലേക്ക് വന്ന് അവന്റെ കയ്യിൽ ആഞ്ഞിപ്പിച്ചു. ആ നോവുന്നടി കാലി! വേദനയെടുത്തവൻ നിലവിളിച്ചു. നോവ തന്നെ പിച്ചി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇമാതിരി വർത്തമാനം പറഞ്ഞാ ഞാൻ വല്ല പാവക്കയും കലക്കി തരൂട്ടോ. നിങ്ങളുടെ ഗ്ലൂക്കോസിന് പകരമായിട്ട് പറഞ്ഞേക്കാം. ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവനടുത്തുള്ള ചെയറിലേക്ക് ഇരുന്നു പെണ്ണു. നിന്നത് ചൊടിപ്പിക്കാൻ വെറുതെ പറഞ്ഞാലേ കോച്ചേ. നീ പോയ കാര്യം പറയണ്ടേ? ഡോക്ടർ എന്നാ പറഞ്ഞേ? പഴയ മെഡിസിനും എക്സസൈസൊക്കെ ഫോളോ ചെയ്യാനാ പറഞ്ഞ്. എനിക്കൊന്നും ഇത് ശരിയാണെന്ന് തോന്നില്ലേട്ടാ. നമുക്ക് വേറൊന്ന് ചെയ്യാം. വേറെന്ത്? അവൻ മനസ്സിലാവാതെ ചോദിച്ചു. നമുക്ക് നാട്ടിൽ പോവേട്ടാ. അവിടെ ഒരു ആയുർവേദ ആശുപത്രി ഉണ്ട്. അവിടുത്തെ ഒരു ഡോക്ടർ ഉണ്ട്. ആള് ഫിസിയോയിലൊക്കെ പ്രഗത്ഭനാ. എൻ്റെ ചേച്ചിയൊക്കെ അവിടെ ചികിത്സിച്ചേ. നമുക്ക് അവിടെ നിന്ന് പോയാലേട്ടാ. അത് ഉടനെ വേണോ കർത്തു? പെട്ടെന്ന് ആയുർവേദം എന്നൊക്കെ പറയുമ്പോൾ ഇതിപ്പോൾ അലോപ്പതിയല്ലേ ചെയ്യുന്നേ. പെട്ടെന്ന് മാറി വന്നാൽ പ്രശ്നമായല്ലോ. ഇല്ലേട്ടാ, അങ്ങനെ പേടിക്കാനും മാത്രമൊന്നുമില്ല. എത്രയോ പേര് നല്ല ചികിത്സ കിട്ടാൻ വേണ്ടി അലോപ്പതിയിൽ നിന്നും ആയുർവേദത്തിലേക്ക് മാറിയിരിക്കുന്നു. നമുക്ക് അതുകൂടി നോക്കേട്ടാ. അവൾ അപേക്ഷയോടെ പറഞ്ഞും ലിയോണിന് നിരസിക്കാൻ തോന്നിയില്ല. ആ ശരി, പക്ഷേ ഇപ്പം നോക്കുന്ന ഡോക്ടറോടൊന്നും കൂടി സംസാരിക്കാം, എന്നിട്ടൊരു തീരുമാനം എടുക്കാം. പോരെ? മതി, എനിക്ക് അത് മതിയേട്ടാ. അവന്റെ കൈകളെ കൂട്ടിപ്പിടിച്ച സന്തോഷത്തോടെ കാർത്തിക പറഞ്ഞു. ശിവേട്ടാ, ശിവേട്ടാ, എഴുന്നേറ്റേ. സോഫയിൽ കിടന്നുറങ്ങുന്നവനെ കുലുക്കി നീയെ വിളിച്ചതും മുഷിപ്പോടെ കണ്ണും തിരുമ്പി ചുറ്റും നോക്കിയവൻ. എഴുന്നേൽക്കേട്ടാ, ദാ ചായ കുടിക്ക്. ശിവയുടെ മുൻപിലുള്ള ചെറിയ മേശയിലേക്ക് ചായ വെച്ച് നീയ അവൻ പതിയെ സോഫയിലേക്ക് എഴുന്നേറ്റിരുന്നു. ഇന്നലെ ഇവിടെ എന്നെ കിടന്നേ? വിനുവിനോടൊപ്പം അവന്റെ മുറി കിടക്കാൻ പോയിട്ട് എങ്ങനാ ഇവിടെ എത്തിയേ? അവൻക്ക് അടുത്തേക്ക് ഇരുന്നു കൊണ്ട് ചിരിയോടെ നീയെ ചോദിച്ചു. ഓ, അതിന് കാരണം നിന്റെ അനിയൻ കുരങ്ങൻ തന്നെ. എന്തൊരു കൂർക്കം വരികയാണ് ആ ചെക്കൻ. കൂട്ടത്തിൽ അവന്റെ ചവിട്ടും. ഒടുവിൽ സായിക്കിട്ട് അവരുടെ തിരിച്ചൊരു ചവിട്ട് കൊടുത്തിട്ടാ ഞാനിങ്ങോട്ട് വന്ന് കിടന്നേ. പല്ല് കടിച്ച് ശിവ പറഞ്ഞതും നീ ഒന്ന് ചിരിച്ചു. അവൾ പിന്നെ നേരെ എഴുന്നേറ്റ് ഒരു കോഫിയും എടുത്ത് ആൽഫിയുടെ മുറിയിലേക്ക് പോയി. അകത്ത് കയറിയെന്നും കണ്ട് ഉറങ്ങിക്കിടക്കുന്ന അപ്പനെയും മോളിയും. ആൽഫിയുടെ നെഞ്ചിൽ കമിഴ്ന്ന് കിടന്നാണ് കുഞ്ഞിപ്പെണ്ണ്. ആൽഫി ഒരു കൈ കൊണ്ട് കുഞ്ഞിനെ പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ കുറുബി ഇങ്ങനെയൊക്കെ കിടക്കൂ.
ഉറങ്ങാനപ്പൻ്റെ നെഞ്ചു വേണം പെണ്ണിന്. അവളൊരു ചിരിയോടെ പതിയെ കോഫിയും കൊണ്ട് തിരികെ പോകാനായി തിരിഞ്ഞതും അമ്മേ കുഞ്ഞിപ്പെണ്ണിന്റെ പയ്യുള്ള വിളി കേട്ട് നീയെ വേഗം തിരിഞ്ഞു നോക്കിയതും കണ്ടു അവളെ നോക്കി ചുണ്ടു പിളത്തി കിടക്കുന്ന കുറുമ്പിയെ.